കഴിഞ്ഞ രാത്രിയിൽ മുതലാളിയെ അന്വേഷിച്ചെത്തിയ കാക്കിധാരികൾ വീണ്ടും എത്തിയിട്ടുണ്ടെന്നും അവരിൽ കുറച്ചുപേർ ആൾതാമസമില്ലാതെ കിടക്കുന്ന വീട്ടിലേക്ക് തിരിച്ചിട്ടുണ്ടെന്നും വാച്ചറിൽ നിന്നും തന്റെ അമ്മയിൽ നിന്നും അറിഞ്ഞയുടനെ മകൻ വിൽസൺ ഇരട്ടക്കുഴൽ തോക്കെടുത്തുകൊണ്ട് ബംഗ്ലാവിൽ നിന്നും പുറത്തിറങ്ങുമ്പോഴാണ് വാതിൽക്കൽ നിൽക്കുന്ന പോലീസുകാരനെ കണ്ടത്. എന്തു വേണം? പരുഷമായി അവൻ ചോദിച്ചു. ഇവിടെ കാവൽ നിൽക്കാൻ സർക്കിൾ ഇൻസ്പെക്ടർ വന്നിട്ടുണ്ട്. അവർ എവിടെ? മറ്റേ ബംഗ്ലാവിലേക്ക് പോയിരിക്കുകയാണ്. കാരണം? ഫ്രാൻസിസ് മുതലാളിയെ അന്വേഷിച്ചു പോയതാണ്. ഫ്രാൻസിസ് മുതലാളി സ്ഥലത്തില്ലെന്ന് പറഞ്ഞില്ലേ? പിന്നെന്തിനാണ് ആൾതാമസമില്ലാത്ത വീട്ടിലേക്ക് അവർ പോയത്? എനിക്ക് അറിഞ്ഞുകൂടാ. വിൽസൺ ജീപ്പിൽ കയറിയിരുന്നു. ജീപ്പ് ഓടിച്ചുകൊണ്ട് എസ്റ്റേറ്റിന്റെ കിഴക്കേ അറ്റത്തുള്ള വീട്ടുപടിക്കൽ എത്തിയപ്പോഴാണ് പോലീസ് ജീപ്പ് കിടക്കുന്നത് അവൻ കണ്ടത്. അതിന്റെ പിന്നിൽ അവൻ ജീപ്പ് നിർത്തിയിട്ട് താഴെ ഇറങ്ങിയപ്പോ ഭൂതലിംഗത്തിന്റെ നിർജീവമായ ശരീരം റബ്ബർ മരത്തിൽ കെട്ടിയിട്ടിരിക്കുന്നത് കണ്ടു. ഇരട്ടക്കുഴൽ തോക്കുമായി മുമ്പോട്ട് നടന്നപ്പോഴാണ് തന്റെ പിതാവിന്റെ ശരീരം താങ്ങി പിടിച്ചുകൊണ്ട് സബ് ഇൻസ്പെക്ടറും 2 പോലീസുകാരും പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കണ്ടത്. പിന്നീടൊന്നും അവൻ ആലോചിക്കാനില്ലായിരുന്നു. വിൽസൺ ഇരട്ടക്കുഴൽ തോക്കെടുത്ത് ചൂണ്ടി. ആ രംഗം കണ്ടുകൊണ്ട് സബ് ഇൻസ്പെക്ടറും പോലീസുകാരും നിന്നു. സബ് ഇൻസ്പെക്ടർ പെട്ടെന്ന് കഴുത്ത് തിരിച്ച് സർക്കിൾ ഇൻസ്പെക്ടറെ നോക്കി. സർ, വേഗം തയ്യാറെടുക്കൂ, മുമ്പിൽ അക്രമി. ഫ്രാൻസിസ് മുതലാളിയും കൊണ്ട് അവർ മുറിക്കുള്ളിലേക്ക് കയറി കതക് ചാരി. സബ് ഇൻസ്പെക്ടറും സർക്കിളും പെട്ടെന്ന് റിവോൾവർ കയ്യിലെടുത്ത അതേ നിമിഷം തന്നെ ഇരട്ടക്കുഴൽ തോക്കിൽ നിന്നും ഒരു വെടി പൊട്ടി. വെടിയുണ്ടകൾ കതകിൽ തുളച്ചു കയറി. വിൽസൺ 4-5 ചുവടുകൂടി മുന്നോട്ട് വെച്ചു. പോലീസ് ജീപ്പിൽ ഇരുന്ന ഡ്രൈവറെ അവൻ ശ്രദ്ധിച്ചിരുന്നില്ല. ഡ്രൈവർ കുനിഞ്ഞിരുന്ന ജീപ്പിന്റെ സ്പിൻ സീറ്റിനടിയിൽ നിന്നും ഒരു ലാത്തി എടുത്തു. ഒറ്റ കുതിപ്പിന് വിൻസന്റെ പിന്നിലെത്തി. ശബ്ദം കേട്ടുകൊണ്ട് ഞെട്ടിത്തിരിഞ്ഞ വിൽസനെ ഡ്രൈവർ ലാത്തി കൊണ്ട് വീശി അടിച്ചു. ആദ്യത്തെ അടി തോക്കിന്റെ ബാരലിലാണ് ഏറ്റത്. അവൻ തോക്ക് ഉയർത്തി വെടിവെക്കാൻ തുടങ്ങിയപ്പോഴേക്കും രണ്ടാമത്തെ അടി അവന്റെ കൈപ്പത്തിയിൽ പതിച്ചു. തോക്ക് താഴേക്ക് വീണു. അതോടെ ഡ്രൈവർക്ക് ആവേശമായി. വീണ്ടും വീണ്ടും ലാത്തി തലങ്ങും വിലങ്ങും ഉയർന്നു താണു. വിൽസൺ നിലം പതിച്ചു. ഡ്രൈവർ ഇരട്ടക്കുഴൽ തോക്ക് കരസ്ഥമാക്കിയിട്ട് സഹപ്രവർത്തകരെ വിളിക്കാൻ ഭാവിച്ചപ്പോഴേക്കും സർക്കിൾ ഇൻസ്പെക്ടറും വീടിന്റെ പിൻവാതിലിൽ കൂടി അവിടെ എത്തിക്കഴിഞ്ഞു. സബ് ഇൻസ്പെക്ടർ അവനെ പൊക്കിയെടുത്ത് ജീപ്പിനുള്ളിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ചോദിച്ചു, എന്തിനാണ് ഞങ്ങളുടെ നേർക്ക് വെടിവെച്ചത്? എന്റെ അച്ചായനെ എന്തിനാണ് കൊന്നത്? നിന്റെ അച്ചായനെയും അസിസ്റ്റന്റിനെയും രാത്രിയിൽ ആരോ ആക്രമിച്ചു എന്നറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ എത്തിയത്. കഴിഞ്ഞ രാത്രിയിൽ സത്യം പറഞ്ഞിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു. അച്ചായൻ ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഏതായാലും നിങ്ങളുടെ അച്ചായൻ ഇതുവരെ മരിച്ചിട്ടില്ല. മുതലാളിയെ പുറത്തേക്ക് എടുത്തുകൊണ്ടുവരാൻ അയാൾ നിർദ്ദേശം നൽകി. പോലീസുകാർ മുതലാളിയെ കൊണ്ടുവന്ന് ജീപ്പിൽ കിടത്തി. ജീപ്പ് ആശുപത്രിയെ ലക്ഷ്യമാക്കി കുതിച്ചു. കഴുത്തിൽ മുറിവേറ്റ മരിച്ച ഭൂതലിംഗത്തിനെ ചൂണ്ടിക്കൊണ്ട് സർക്കിൾ ഇൻസ്പെക്ടർ ചോദിച്ചു, ഇയാൾ ആരാണ്? 2 ദിവസം മുമ്പ് ഇയാൾ ഷൈബി എന്ന പേരുള്ള ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുവന്ന് മുതലാളിക്ക് സമർപ്പിച്ചത് നിങ്ങൾ അറിഞ്ഞിരുന്നുവോ? ഇല്ല, ഞാനൊന്നും അറിഞ്ഞില്ല. അവർ പെട്ടെന്ന് മഹസർ തയ്യാറാക്കി. ഭൂതലിംഗം കൊല്ലപ്പെടുകയും ഫ്രാൻസിസ് മുതലാളിക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത വാർത്ത നാട്ടിൻപുറത്ത് കാട്ടുതീ പോലെ പരന്നു. എസ്റ്റേറ്റിൽ നിന്നും തിരിച്ച പോലീസ് പാർട്ടി ആലുംമൂട് ചന്തയിലെത്തിയപ്പോൾ ജീപ്പ് ചവിട്ടി നിർത്തി. പോലീസ് വണ്ടി കണ്ട് തദ്ദേശവാസികളെല്ലാം ഓടി മറഞ്ഞു. നിസാര സംഭവമല്ല നടന്നിരിക്കുന്നത്. ജഗജില്ലിയായ ഫ്രാൻസിസ് മുതലാളിയെ ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും അയാളുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ ഭൂതലിംഗത്തെ വകവരുത്തുകയും ചെയ്തിരിക്കുകയാണ്. ഷൈബിയെ രക്ഷപ്പെടുത്തുകൂടി ചെയ്തതോടെ പ്രതി പുറത്തുനിന്നും എത്തിയവരല്ലെന്ന് പോലീസ് ഊഹിച്ചു. പ്രതി ആരായാലും അവർ രക്ഷപ്പെടാൻ പാടില്ല. പോലീസ് വണ്ടി കണ്ടുകൊണ്ട് ഒറ്റക്കാലനായ മാർട്ടിൻ ക്രച്ചസ് കക്ഷത്തിടുക്കിക്കൊണ്ട് ഓടാൻ ശ്രമിച്ചെങ്കിലും ചുവട് തെറ്റി അവൻ നടു റോഡിൽ കമിഴ്ന്നടിച്ചു വീണു. അവനെ ഒരു പോലീസുകാരൻ പിടിച്ചു എഴുന്നേൽപ്പിച്ചു. നീ എന്തിനാടാ ഓടുന്നത്? പോലീസുകാരൻ ചോദിച്ചു. ഓടിക്കൊള്ളാൻ അവിടെ ഇരുന്നവർ പറഞ്ഞു. ആര്? മാർട്ടിൻ കഴുത്ത് തിരിച്ച മുറുക്കാങ്കടയിലേക്ക് നോക്കി. മുറുക്കാങ്കടയുടെ ഉടമസ്ഥൻ വരെ അവിടെ നിന്നും അപ്രത്യക്ഷമായി കഴിഞ്ഞിരുന്നു. ഷൈബിയുടെ ബന്ധത്തിലുള്ള ചെറുപ്പക്കാർ ആരൊക്കെയാണ് ഇവിടെ താമസിക്കുന്നത്? മാർട്ടിനോട് സബ് ഇൻസ്പെക്ടർ ചോദിച്ചു. അവർ ഇവിടെ വന്ന് താമസിക്കുന്നവരാണ് സർ. അടുത്ത ബന്ധുക്കളൊന്നും ഇവിടെ ഉള്ളതായി അറിവില്ല. അവരോട് അടുപ്പമുള്ളവരെ അറിയാമോ? ഇല്ല. അപ്പോ നീ ഈ ലോകത്തിലുള്ളവനല്ലേ? ഈ ലോകത്തായിരുന്നു. മാർട്ടിൻ നെടുവീർപ്പിട്ടുകൊണ്ട് തുടർന്നു. ഈ കാല് നഷ്ടപ്പെട്ടതിന് ശേഷം എനിക്ക് സുഹൃത്തുക്കളില്ല. എന്റെ സുഹൃത്തുക്കൾ ഇവർ മാത്രമാണ്. അവൻ ക്രച്ചസ് തൊട്ടു കാണിച്ചുകൊണ്ട് പറഞ്ഞു. നീ അവിടെ പോയി ഇരുന്നുകൊള്ളൂ. മാർട്ടിൻ തിരികെ കുരിശൻ തൊട്ടിയിൽ പോയിരുന്നു. അന്ന് ചന്ത ദിവസം ആയിരുന്നതുകൊണ്ട് ധാരാളം ആളുകൾ തടിച്ചു കൂടിയിട്ടുണ്ടായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചന്തയിലേക്ക് കയറി.
ചന്തയിൽ കൂടി നടക്കുന്ന ഓരോ ചെറുപ്പക്കാരെയും സസൂക്ഷ്മം അവർ നിരീക്ഷിക്കാൻ തുടങ്ങി. 4 ചെറുപ്പക്കാരെ അവർ കസ്റ്റഡിയിലെടുത്ത് ജീപ്പിൽ കയറ്റിയിരുത്തിയിട്ട് 4 പേരെയും അവർ ചോദ്യം ചെയ്തു. അവസാനം 3 പേരെ ജീപ്പിൽ നിന്നും അവർ ഇറക്കിവിട്ടതിന് ശേഷം 4ാമത്തെ ആളായ കരാട്ടെ കുഞ്ഞുമോനോട് ചോദിച്ചു, നിന്റെ യഥാർത്ഥ പേരെന്തുവാടാ? ടൈറ്റസ്. ഇന്നലെ രാത്രിയിൽ ഷൈബിയെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കാൻ നീയും ഉണ്ടായിരുന്നില്ലേ? ഉവ്വ്. ആശുപത്രി വരാന്തയിൽ വെച്ച് നിന്നെ കണ്ടതായി ഓർമ്മിക്കുന്നു. ഞാൻ പോകട്ടെ സർ, പച്ചമീൻ വാങ്ങിയത് ഈ സഞ്ചിയിലുണ്ട്. സാരമില്ല, സഞ്ചി ആരുടെയെങ്കിലും കൈ കൊടുത്തുവിട്, നമുക്ക് സ്റ്റേഷൻ വരെ പോകാം. എന്തിന്? സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം. എന്റെ സൈക്കിൾ ചന്തയിൽ വെച്ചിരിക്കുകയാണ്. സാരമില്ല, ആരോടെങ്കിലും പറയാം. സബ് ഇൻസ്പെക്ടർ പുറത്തേക്ക് തലനീട്ടി മാർട്ടിനെ വിളിച്ച് സഞ്ചി വാങ്ങി അവന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇവന്റെ സൈക്കിള് ചന്തയിൽ വെച്ചിട്ടുണ്ട്, രണ്ടും കൂടി ഇവന്റെ വീട്ടുകാരെ ഏൽപ്പിക്കണം. സ്റ്റേഷൻ ലക്ഷ്യമാക്കി ജീപ്പ് കുതിച്ചുകൊണ്ടിരിക്കുമ്പോ സബ് ഇൻസ്പെക്ടർ ചോദിച്ചു, കുഞ്ഞുമോന് എന്താണ് ജോലി? ടാപ്പിംഗ്. ഷൈബി നിന്റെ ആരാണ്? ബന്ധമൊന്നുമില്ല. അവളുടെ ശരീരത്തിൽ ഏറ്റ പൊള്ളൽ നീ കണ്ടോ? ഇല്ല. അതെന്താ? മറുപടി പറയാതെ അവൻ മുഖം കുനിച്ചു. അപ്പോ സബ് ഇൻസ്പെക്ടർ അവന്റെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് ചോദിച്ചു, നിന്നെ അവൾ കാണിച്ചില്ലേ? സർ. പറയടാ, എത്ര നാളായി നീയും അവളും തമ്മിൽ സ്നേഹമായിട്ട്? അയ്യോ, ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. അവൾ സമ്മതിച്ചിട്ടുണ്ടല്ലോ. ഏ? ഇല്ല ഇല്ല സർ, അവൾ എന്നെ സ്നേഹിക്കുന്നില്ല. നീ അവളെ സ്നേഹിക്കുന്നുണ്ടല്ലോ. എന്താടാ മറുപടി പറയാതിരിക്കുന്നത്? ഇൻസ്പെക്ടർ പിന്നീടൊന്നും അവനോട് ചോദിച്ചില്ല. സ്റ്റേഷനിൽ എത്തിയ ഉടനെ കുഞ്ഞുമോനെ ഒരു മുറിയിൽ കയറ്റി കഥ കടച്ചു. അവനൊന്നും മനസ്സിലായില്ല. പെട്ടെന്ന് ഇൻസ്പെക്ടർ മുഖം ഇരുണ്ടു. പല്ലുകൾ ഞെരിച്ചുകൊണ്ട് അദ്ദേഹം അവന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് അടിവയറ്റിൽ മുഷ്ടി ചുരുട്ടി ഒരു ഇടി കൊടുത്തു. അയ്യോ അമ്മേ! നിലവിളിച്ചുകൊണ്ട് കുഞ്ഞുമോൻ വില്ലുപോലെ വളഞ്ഞു. അടുത്ത നിമിഷം മുതുകിൽ ഇടി വീണു. കുഞ്ഞുമോൻ അട്ടയെപ്പോലെ ചുരുണ്ടുപോയി. ശരീരം നിവർത്താൻ കഴിയാതെ അവൻ ഞെളിപിരി കൊള്ളുമ്പോൾ കൈമുട്ടുകൊണ്ട് വീണ്ടും വീണ്ടും സബ് ഇൻസ്പെക്ടർ ഇടിച്ചുകൊണ്ടിരുന്നു. നിൽക്കാൻ കഴിയാതെ അവൻ തറയിൽ വീണു. അവനെ പൊക്കിയെടുത്ത് വീണ്ടും സബ് ഇൻസ്പെക്ടർ കരണത്തും നെഞ്ചിലും വയറ്റിലും വാരിയലിനും തലങ്ങും വിലങ്ങും അടിക്കാൻ തുടങ്ങി. ശ്വാസം കഴിക്കാൻ പോലും വിഷമിച്ചു നിന്ന അവൻ ഒരു പ്രകാരത്തിൽ ചുണ്ടുകൾ ചലിപ്പിച്ചു. എന്തിനാണ് എന്നെ ഉപദ്രവിക്കുന്നത്? നിനക്ക് ചുംബനം തരാമിട മോനെ, മിസ് ഇന്ത്യയെ പുറത്തു കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. സർ, ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ഇല്ലടാ, ഫ്രാൻസിസ് മുതലാളിയെ ഗുരുതരമായി മുറിവേൽപ്പിച്ചതും ഭൂതലിംഗത്തിനെ കുത്തിക്കൊന്നതും കുറ്റമല്ലടാ, റോസ്കൽ. അയ്യോ, എന്താണ് ഈ പറയുന്നത്? ഫാ! ഇൻസ്പെക്ടർ അവന്റെ മുഖം അടച്ച് ഒരടി കൊടുത്തിട്ട് തുടർന്നു. നിന്റെ കാമുകി തന്നെയാണ് നിന്നെ ഒറ്റി തന്നത്. ചില പെൺകുട്ടികൾക്ക് കള്ളം പറയാൻ അറിഞ്ഞുകൂടാ. സർ, ഞാൻ ആരെയും കൊന്നിട്ടില്ല. നീ എവിടെയാണ് ടാപ്പിംഗ് ചെയ്യുന്നത്? ഫ്രാൻസിസ് മുതലാളിയുടെ എസ്റ്റേറ്റിൽ. മതി, പെട്ടെന്ന് കുറ്റം സമ്മതിക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയും. നീ അല്ലെങ്കിൽ പിന്നെ ആരാണ് കൊന്നത്? എനിക്ക് അറിഞ്ഞുകൂടാ. കുഞ്ഞുമോൻ പറഞ്ഞു തീർന്നതും സബ് ഇൻസ്പെക്ടറുടെ കൈയും കാലും ദ്രുതഗതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. ഒടുവിൽ അവൻ കുറ്റം സമ്മതിച്ചു. പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് തൃപ്തിയായി. സായാഹ്ന പത്രക്കാർ സ്റ്റേഷനിൽ പാഞ്ഞെത്തി. ഭൂതലിംഗത്തിന്റെ ഘാതകനും ഫ്രാൻസിസ് മുതലാളിയെ ഗുരുതരമായി മുറിവേൽപ്പിക്കുകയും ചെയ്തുകൊണ്ട് കാമുകിയെ രക്ഷിച്ച സാഹസികനായ കുഞ്ഞുമോന്റെ ചിത്രം സഹിതം സായാഹ്ന പതിപ്പുകൾ പുറത്തിറങ്ങി. താൻ ഷൈബിയുടെ കാമുകനായി ചിത്രീകരിക്കപ്പെട്ട സംഭവം അറിയാതെ ലോക്കപ്പിൽ ചുരുണ്ടുകൂടി കിടക്കുകയായിരുന്ന കുഞ്ഞുമോൻ ഷൈബിയെ പറ്റി ചിന്തിക്കുകയായിരുന്നു. താൻ അവളെ നിശബ്ദമായി സ്നേഹിച്ചിരുന്നു. എന്നാൽ ഷൈബി ഒരിക്കലും തന്നെ സ്നേഹിച്ചിരുന്നില്ല. എന്നിട്ടും തന്നെ പറ്റി അവൾ പോലീസുകാരോട് പറഞ്ഞിരിക്കുന്നു. അവളെ താനാണ് രക്ഷപ്പെടുത്തിയതെന്ന് പറയാൻ എന്താണ് കാരണം? ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായി അവൻ തലപുഞ്ഞു കിടക്കുമ്പോഴാണ് സന്ധ്യ നേരത്ത് സ്റ്റേഷനിൽ ഒരു അജ്ഞാതന്റെ ഫോൺ സന്ദേശം എത്തിയത്. ഹലോ, പോലീസ് സ്റ്റേഷൻ അല്ലേ? അതെ, സബ് ഇൻസ്പെക്ടർ പ്രഭാകരൻ ഹോൾഡിംഗ്. ഭൂതലിംഗത്തിന്റെ കൊലയാളിയാണെന്ന് നിങ്ങൾ സംശയിച്ച് പിടിച്ചുകൊണ്ടുപോയ ചെറുപ്പക്കാരനെ ഉടൻ വിട്ടയക്കണം. നിങ്ങൾ ആരാണ്? ഒരു സത്യാന്വേഷി. ഫാ, പ്രതിയെ പുറത്തുവിടണമെന്ന് പറയാൻ നീ ആരാടാ? അവൻ കുറ്റം സമ്മതിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ കയ്യിൽ കിട്ടിയ സംഭവം നടക്കുന്ന സമയത്ത് ഈ രാജ്യത്തിൽ ഇല്ലായിരുന്നവർ പോലും കുറ്റസമ്മതം നടത്തും. മര്യാദയ്ക്ക് പാവപ്പെട്ട ആ ചെറുപ്പക്കാരനെ വിടുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ തിക്തഫലം വളരെ ഗുരുതരമായിരിക്കും. നിങ്ങളുടെ റിവോൾവർ കൊണ്ട് എനിക്ക് നിങ്ങളെ വധിക്കേണ്ടി വരും. നീ ആരോടാണ് സംസാരിക്കുന്നത് എന്ന് അറിയാമോ? അറിയാം, ഇടിയൻ പ്രഭാകരനോട്. ഷട്ട് അപ്പ് ബ്ലഡി ബീച്ച്, യു ഷട്ട് അപ്പ്.
സംഭവം നടക്കുന്ന സമയത്ത് പാവപ്പെട്ട ആ ചെറുപ്പക്കാരൻ സ്വന്തം വീട്ടിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. അവന് ഷൈബിയുമായി യാതൊരു പ്രേമബന്ധവുമില്ല. പത്രത്തിൽ അച്ചടിച്ചു വന്നത് മുഴുവൻ ശുദ്ധ അസംബന്ധമാണ്. അവൻ സമ്മതിച്ചിട്ടുണ്ട്. റിവോൾവർ നിങ്ങളിൽ നിന്ന് തട്ടിയെടുത്തതും അവൻ ഏറ്റിട്ടുണ്ടോ? ഉണ്ട്. എന്നിട്ട് റിവോൾവർ എവിടെയാണെന്ന് പറഞ്ഞു? കാര്യനിർവഹണത്തിന് ശേഷം കൊക്കയിലേക്ക് വലിച്ചെറിഞ്ഞതായി സമ്മതിച്ചിട്ടുണ്ട്. ഗുഡ്. കൊക്കയിൽ എറിഞ്ഞു കളഞ്ഞ ആ റിവോൾവറിൽ നിന്നും ചീറ്റുന്ന വെടിയുണ്ടയായിരിക്കും നിങ്ങളുടെ അന്തകൻ. ഷട്ടപ്പ്! ഞാൻ പറയുന്നത് കേൾക്കൂ. യഥാർത്ഥ കുറ്റവാളിയെ കണ്ടുപിടിക്കൂ. നിർദോഷിയെ വിട്ടയക്കൂ. യു ബ്ലഡി! സബ് ഇൻസ്പെക്ടർ പ്രഭാകരൻ റിസീവർ ക്രാഡിലേക്ക് എറിഞ്ഞിട്ട് കർച്ചീഫ് എടുത്ത് വിയർപ്പ് തുടച്ചു. ഔദ്യോഗിക ജീവിതത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും ഇത്ര അപഹാസ്യമായി തന്നോട് ആരും സംസാരിച്ചിട്ടില്ല. ഇപ്പോ സംസാരിച്ച അജ്ഞാതൻ ആരാണെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ അവനെ പൊടിച്ച് ഭസ്മമാക്കാമായിരുന്നു. കൈകൾ കൂട്ടി തിരുമ്മിക്കൊണ്ട് കുഞ്ഞുമോൻ തളർന്നു കിടക്കുന്ന മുറിയിലേക്ക് വീണ്ടും അദ്ദേഹം കയറി ചെന്നു. ആരാടാ നിന്റെ കൂട്ടുകാരൻ? പറയടാ, ആരുടെ കയ്യിലാണ് റിവോൾവർ കൊടുത്തിരിക്കുന്നത്? സബ് ഇൻസ്പെക്ടർ വീണ്ടും അവന്റെ അടിവയറ്റിൽ മുഷ്ടി ചുരുട്ടി ഇടിച്ചു. ഞാൻ കൊക്കയിലേക്ക് കളയുകയായിരുന്നു. എന്നിട്ട് എന്റെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നിന്റെ കൂട്ടുകാരന്റെ ഫോൺ വന്നല്ലോ. നിന്നെ വിട്ടില്ലെങ്കിൽ കൊന്നുകളയുമെന്നാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. ആരാണവൻ? എനിക്കറിഞ്ഞുകൂടാ. ചീ, നിനക്ക് ഇതുവരെ കിട്ടിയതൊന്നും മതിയായില്ലടാ. സബ് ഇൻസ്പെക്ടർ അവന്റെ മുഖത്ത് രണ്ടടി കൊടുത്തിട്ട് ചോദ്യം ആവർത്തിച്ചു. എന്നാൽ മറുപടി പറയാൻ കഴിയാതെ കുഞ്ഞുമോൻ ബോധരഹിതനായി നിലം പതിച്ചു. കുഞ്ഞുമോന്റെ അടുത്ത സുഹൃത്തുക്കൾ ആരൊക്കെയാണെന്ന് അറിയാനായി സബ് ഇൻസ്പെക്ടറുടെ അടുത്ത ശ്രമം. അജ്ഞാതൻ ഫോൺ ചെയ്ത് പറഞ്ഞത് ശരിയായിരിക്കും. കുഞ്ഞുമോൻ ഒറ്റയ്ക്കായിരിക്കേയില്ല കുറ്റകൃത്യം ചെയ്തത്. ആരെങ്കിലും കൂട്ടുകാർ ഉണ്ടായിരിക്കും. കൃത്യനിർവഹണത്തിന് ശേഷം റിവോൾവർ വലിച്ചെറിഞ്ഞു എന്ന് പറയുന്നത് സത്യമായിരിക്കേയില്ല. റിവോൾവർ കുഞ്ഞുമോന്റെ കൂട്ടുകാരന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. തന്റെ പക്കൽ നിന്ന് റിവോൾവർ തട്ടിയെടുക്കാൻ ധൈര്യം കാണിക്കുകയും തുടർന്ന് എസ്റ്റേറ്റിൽ കിരാതമായ രീതിയിൽ മനുഷ്യവേട്ട നടത്താൻ തന്റെ ഇടം കാണിക്കുകയും ചെയ്തവർ തനിക്ക് നേരെ ആക്രമണം അഴിച്ചുവിടാൻ മടിക്കുകയില്ലെന്ന് അദ്ദേഹത്തിന് തോന്നി. ഉടൻ തന്നെ ജീപ്പും എടുത്തുകൊണ്ട് ആലമൂട് ജംഗ്ഷനിലെത്തി. പോലീസ് ജീപ്പ് കണ്ട ഉടനെ റോഡിലും കടകളുടെ വാതിലിലും ഉണ്ടായിരുന്നവർ 4 വശത്തേക്കും ഓടി ഒളിച്ചു. ജീപ്പ് അവിടെ നിർത്താതെ വർക്കിയുടെ പടിക്കലാണ് ബ്രേക്ക് ചെയ്തത്. കുഞ്ഞുമോന്റെ വീട് ചോദിച്ചു മനസ്സിലാക്കിയിട്ട് സബ് ഇൻസ്പെക്ടർ അവന്റെ വീട്ടിലെത്തി. സബ് ഇൻസ്പെക്ടർ കണ്ട ഉടനെ കുഞ്ഞുമോന്റെ അമ്മ കരഞ്ഞുകൊണ്ട് അയാളുടെ കാൽക്കൽ വീണു. പൊന്നു സാറേ, എന്റെ മോൻ രാത്രിയിൽ ഇവിടെ കിടന്നുറങ്ങുകയായിരുന്നേ. സബ് ഇൻസ്പെക്ടർ അവരെ തള്ളി മാറ്റിയിട്ട് ചോദിച്ചു, ആരൊക്കെയാടി അവന്റെ കൂട്ടുകാർ? എന്റെ പൊന്നു സാറേ, എന്റെ മോനെ കൊല്ലല്ലേ. ചീ, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? ആരൊക്കെയാണ് അവന്റെ കൂട്ടുകാർ? രാജു മാത്രമാണ് അവന്റെ കൂട്ടുകാരൻ. എവിടെയാണ് രാജുവിന്റെ വീട്? ചന്തയുടെ തെക്കുവശത്താ. അവന്റെ പണി എന്തുവാണ്? റബ്ബർ വെട്ടാണേ. ഫ്രാൻസിസ് മുതലാളിയുടെ വെട്ടുകാരനാണോ? അല്ല. അവനും നിന്റെ മോനെ പോലെ കുറ്റിത്താടിക്കാരനാണോടി? അതെ. കുറ്റകൃത്യം നടത്തിയത് ഒരു പക്ഷേ കുഞ്ഞുമോന്റെ കൂട്ടുകാരൻ രാജു ആയിരിക്കുമെന്ന് സബ് ഇൻസ്പെക്ടർക്ക് തോന്നി. രാജു ആയിരിക്കും യഥാർത്ഥ കുറ്റവാളി. കുഞ്ഞുമോൻ ചുക്കാൻ പിടിച്ചുകൊണ്ട് അമരത്ത് നിൽക്കുകയോ കൂടെ പ്രവർത്തിക്കുകയോ ചെയ്തിരിക്കാം. ഏതായാലും കുഞ്ഞുമോൻ ഒറ്റയ്ക്കല്ല കുറ്റകൃത്യം നടത്തിയിരിക്കുന്നത്. അദ്ദേഹം ജീപ്പിൽ കയറിയിരുന്നു. ജീപ്പ് ചന്ത സ്ഥിതി ചെയ്യുന്ന ജംഗ്ഷനിലേക്ക് വിടാൻ ഡ്രൈവർക്ക് നിർദ്ദേശം കൊടുത്തു. ചന്തയിലെത്തിയ ഉടനെ സബ് ഇൻസ്പെക്ടർ ജീപ്പിൽ നിന്ന് ഇറങ്ങി അടുത്ത് കണ്ട കൂൾ ബാറിലേക്ക് കയറി ചെന്നു. റബ്ബർ വെട്ടുന്ന രാജുവിന്റെ വീട് അറിയാമോ? കുഞ്ഞുമോന്റെ കൂട്ടുകാരന്റെ ആണോ? അതെ. അങ്ങോട്ട് വണ്ടി പോകത്തില്ല. ദാ ഈ കാണുന്ന ഇടവഴിയിൽ കൂടി 19 വാരം നടന്ന് അവന്റെ വീട്ടിലെത്താം. നിർഭാഗ്യവശാൽ രാജു വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. കുഞ്ഞുമോനുണ്ടായ ദുർഗതി ഓർത്ത് അവൻ വിഷമിച്ചിരിക്കുമ്പോഴാണ് സബ് ഇൻസ്പെക്ടർ കയറി ചെന്നത്. SIയുടെ ഒപ്പമുണ്ടായിരുന്ന പോലീസുകാരൻ വിളിച്ച ഉടനെ അവൻ മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു. നീയാണോടാ രാജു? അതെ സാറേ. മിന്നൽ വേഗത്തിൽ സബ് ഇൻസ്പെക്ടർ അവന്റെ കോളറിൽ കുത്തിപ്പിടിച്ചു. റിവോൾവർ എവിടെയാടാ ഒളിച്ചു വെച്ചിരിക്കുന്നത്? കാര്യം മനസ്സിലാകാതെ അവൻ വായി തുറന്നു മിഴിച്ചു നിന്നു. ചോദിച്ചത് കേട്ടില്ലടാ. അവന്റെ മുഖത്ത് സബ് ഇൻസ്പെക്ടറുടെ മുഷ്ടി പതിച്ചു. സാറേ, എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ഹാ! വീണ്ടും അവന്റെ മുഖത്ത് അടി വീണു. റിവോൾവർ എവിടെയാണെന്ന് പറയടാ. എനിക്ക് അറിഞ്ഞുകൂടാ. നിനക്കറിയാമൊന്നും ഞാൻ നോക്കട്ടെ. അവന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചുകൊണ്ട് ഇടവഴിയിൽ കൂടി അവർ ചന്തമുക്ക് ലക്ഷ്യമാക്കി നടന്നു. രാജുവിനെ പിടിച്ചു കൊണ്ടുപോകുന്നതും ജീപ്പിൽ കയറ്റുന്നതും രാഷ്ട്രീയ പ്രവർത്തകരും ചന്തമുക്കിലെ തലയെടുപ്പുള്ളവരും ചോട്ടാ നേതാവുമായ രവീന്ദ്രനും കണ്ടു. പക്ഷേ ആരും ഒന്നും മിണ്ടിയില്ല.
എല്ലാവരുടെയും കാഴ്ചപ്പാടിൽ രാജുവും കുഞ്ഞുമോനുമായിരുന്നു കുറ്റവാളികൾ. ഷൈബിയുടെ കാമുകനാണ് കുഞ്ഞുമോനെങ്കിൽ കുഞ്ഞുമോന്റെ വലങ്കൈയാണ് രാജു. കുറ്റകൃത്യം നടത്തിയിരിക്കുന്നത് അവർ രണ്ടുപേരും ചേർന്നായിരിക്കണം. ഒറ്റയ്ക്ക് ഒരു കാര്യവും ചെയ്യുകയില്ല. രണ്ടുപേർക്കും കുറ്റിത്താടി, ഒരേ ഫാഷനിലുള്ള ഹെയർ സ്റ്റൈൽ, ഒരേ തരം തുണി കൊണ്ടുള്ള ഷർട്ട്, ഒന്നിച്ചുള്ള നടപ്പ്. ഈ ജോഡികൾക്ക് ഒരു ഭാര്യ മതിയാകുമെന്ന് വരെ പലരും കളിയാക്കിയിട്ടുണ്ട്. ഷൈബിയെ ഫ്രാൻസിസ് മുതലാളിയുടെ കിങ്കരൻ ഭൂതലിംഗം തട്ടിക്കൊണ്ടുപോയെന്ന് അറിഞ്ഞപ്പോ കുഞ്ഞുമോനെ പോലെ തന്നെ രാജുവിനും രക്തം തിളച്ചു കാണും. അവർ രണ്ടുപേരും ചേർന്നൊരുക്കിയ കെണികളാണ് ഇതെല്ലാം. പക്ഷെ മണ്ടിപ്പെണ്ണ് പോലീസുകാർ ഭീഷണിപ്പെടുത്തിയപ്പോ ഒന്നും ഒളിച്ചു വെക്കാതെ പറഞ്ഞു കൊടുത്തു കളഞ്ഞുവെന്ന് നാട്ടുകാർ വിധി എഴുതി. ജീപ്പ് പോയി കഴിഞ്ഞപ്പോ ചിന്നിച്ചെതറിപ്പോയവർ ഒത്തുകൂടി. ഷൈബിയെ വീണ്ടെടുക്കാൻ രാജുവും കുഞ്ഞുമോനും അവലംബിച്ച മാർഗത്തെ എല്ലാവരും നിശിതമായി വിമർശിച്ചു. ഫ്രാൻസിസ് മുതലാളി പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയെങ്കിൽ അവളെ വീണ്ടെടുക്കാൻ ഈ രാജ്യത്ത് നിയമവും നിയമപാലകനും ഉണ്ടടാ. ചോട്ടാ നേതാവ് രവീന്ദ്രൻ ആരോടൊന്നില്ലാതെ പറഞ്ഞു. ശരിയാ, പക്ഷെ മുതലാളിയുടെ നേരെ തലയുയർത്തി നിൽക്കാൻ ഏതെങ്കിലും നിയമപാലകരോ നേതാവോ ഈ നാട്ടിലുണ്ടോ? പണമില്ലാത്തവന് ഇവിടെ നീതി ലഭിക്കുന്നുണ്ടോ? രവീന്ദ്രൻ പറഞ്ഞതിനെ ഖണ്ഡിച്ചുകൊണ്ട് ഒരാൾ ചോദിച്ചു. അതിന് കൊലപാതകമാണോടെ നടത്തേണ്ടത്? കഴിഞ്ഞ വർഷം നിങ്ങളുടെ ജ്യേഷ്ഠന്റെ മകളെ കാണാതായിട്ട് നിയമപാലകൻ എന്തു ചെയ്തു? അത് അത് നേതാവ് ഉത്തരം പറയാൻ വിഷമിച്ചു. എന്താ, നാവിറങ്ങിപ്പോയോ? എങ്കിൽ ഞാൻ പറയാം. ആ പെൺകുട്ടിയെ ഭൂതലിംഗം എന്ന ഭൂതം പിടിച്ച ഫ്രാൻസിസ് മുതലാളിക്ക് കാഴ്ചവെച്ചു. ആവശ്യം കഴിഞ്ഞ് അവളുടെ ജഡം കൊക്കയിലെറിഞ്ഞു. എന്തു പറഞ്ഞടാ? രവീന്ദ്രന്റെ രക്തം തിളച്ചു. വേറെ പണി നോക്കടാ. പെൺകുട്ടികളെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ച ഇനിയും ഇവിടെ കുഞ്ഞുമോനും രാജുവും ജനിക്കും. ഇല്ലടാ, താൻ വാചകമടിക്കാതെ വീട്ടിൽ പോകാൻ നോക്ക്. വാചകമടിക്കുകയല്ല, കൊലപാതകം ഒന്നിനും പരിഹാരമല്ല. എങ്ങനെയെങ്കിലും അവിടെ നിന്നും തടി തപ്പണമെന്ന് കരുതി അയാൾ നിൽക്കുമ്പോഴാണ് ഒരു ജീപ്പ് ജംഗ്ഷനിൽ വന്നു നിന്നത്. ജീപ്പിൽ നിന്നും ഫ്രാൻസിസ് മുതലാളിയുടെ മകൻ ഇറങ്ങി. ഒരു പാക്കറ്റ് വിൽസും വാങ്ങിയിട്ട് അവൻ ജീപ്പിൽ കയറി. കൊച്ചു മുതലാളി ബംഗ്ലാവിലേക്കാണോ? രവീന്ദ്രൻ ഭവ്യതയോടെ ചോദിച്ചു. ചോട്ടാ നേതാവും ജീപ്പിൽ കയറി. ജീപ്പ് പോയി കഴിഞ്ഞപ്പോ ഒറ്റക്കാലനായ മാർട്ടിൻ പലചരക്ക് കടയുടെ മുമ്പിൽ നിന്നും എഴുന്നേറ്റു. പോലീസ് എത്തിയാൽ കുഴപ്പമാകുമെന്ന് പറഞ്ഞ് അവൻ പലരെയും ജംഗ്ഷനിൽ നിന്നും പറഞ്ഞു വിട്ടതിന് ശേഷം ബസ്സിൽ കയറി ഷൈബിയെ കാണാനായി ആശുപത്രിയിലേക്ക് പുറപ്പെട്ടു. രാജുവിനെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ച് കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് സബ് ഇൻസ്പെക്ടർ സമ്മതിപ്പിച്ചു. പിറ്റേ ദിവസത്തെ പത്രങ്ങൾ കൊലപാതക വാർത്തയ്ക്ക് പ്രാധാന്യം കൊടുത്തു. പ്രതികളുടെ ചിത്രങ്ങളും വാർത്തയോടൊപ്പം ഉണ്ടായിരുന്നു. സബ് ഇൻസ്പെക്ടർ പ്രഭാകരനെ മേലുദ്യോഗസ്ഥന്മാർ പ്രശംസിച്ചു. രാത്രി 10 മണി കഴിഞ്ഞാണ് ക്വാർട്ടേഴ്സിലേക്ക് അദ്ദേഹം പോയത്. മനസ്സു നിറയെ സംതൃപ്തിയായിരുന്നു. തന്റെ കഴിവിൽ സ്വയം അഭിമാനം തോന്നി. മെയിൻ റോഡിൽ നിന്നും വീതി കുറഞ്ഞ ടാർ റോഡിലേക്ക് കയറിയപ്പോഴാണ് ഇരു കൈകളിലും നീട്ടിപ്പിടിച്ച റിവോൾവറുമായി ഒരു രൂപം അദ്ദേഹത്തിന്റെ മുമ്പിൽ ചാടി വീണത്. ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ പാൻസിന്റെ ലൂപ്പിൽ തൂക്കിയിരുന്ന ലെതർ ഉറയിൽ നിന്നും അദ്ദേഹം റിവോൾവർ വലിച്ചെടുത്തു. സബ് ഇൻസ്പെക്ടർ പ്രഭാകരൻ വലിച്ചെടുത്ത റിവോൾവർ അതേ വേഗതയിൽ തന്നെ അക്രമി കാലുകൊണ്ട് അടിച്ചു തെറിപ്പിച്ചു കളഞ്ഞിട്ട് പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. മര്യാദയ്ക്ക് കീഴടങ്ങുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ കൊല്ലേണ്ടി വരും. സബ് ഇൻസ്പെക്ടർക്ക് അനുസരിക്കുകയെ നിർവാഹമുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം കൈകൾ മേൽപോട്ട് ഉയർത്തി. അക്രമി അദ്ദേഹത്തെ റോഡിലേക്ക് പന്തലിച്ചു കിടക്കുന്ന ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നിങ്ങൾക്ക് എന്തു വേണം? സബ് ഇൻസ്പെക്ടർ ഭയം നിറഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു. പറയാം, ധൃതി പിടിക്കരുത്. ഇവിടെ നിന്ന ഏതെങ്കിലും വഴിയാത്രക്കാരൻ നമ്മളെ കാണാനിടയുണ്ട്. അതുകൊണ്ട് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറി നിൽക്കാം. സബ് ഇൻസ്പെക്ടറെ ഒരു കടയുടെ പിൻവശത്തേക്ക് അയാൾ കൂട്ടിക്കൊണ്ടുപോയി. ഇവിടെ നമ്മൾ സുരക്ഷിതരാണല്ലോ? അക്രമിയുടെ ചോദ്യം കേട്ടപ്പോൾ ഒറ്റയടിക്ക് അവന്റെ അസ്ഥികൾ ഒടിച്ചു കളയാനാണ് അദ്ദേഹത്തിന് തോന്നിയത്. എന്നാൽ ആയുധമില്ലാത്ത താൻ നിസ്സഹായനാണല്ലോ എന്നോർത്ത് നെടുവീർപ്പിട്ടുകൊണ്ട് അയാൾ ചോദിച്ചു. നിങ്ങൾ ആരാണ്? ഞാനാണ് ഭൂതലിംഗത്തിന്റെ ഘാതകൻ. ഫ്രാൻസിസ് മുതലാളിയെ മുറിവേൽപ്പിച്ചതും ഞാൻ തന്നെ. സബ് ഇൻസ്പെക്ടർ പ്രഭാകരൻ അവന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. കറുത്ത ഷർട്ടും പാൻസും കറുത്ത തൊപ്പിയും കറുത്ത കണ്ണടയും കുറ്റിത്താടിയുമുള്ള അവന്റെ മുഖത്ത് തെളിഞ്ഞു കാണുന്നത് മൂക്കിന്റെ അഗ്രഭാഗം മാത്രമായിരുന്നു. ഷൈബി രക്ഷപ്പെടുത്തിയ കുറ്റിത്താടിക്കാരൻ, അവളുടെ രക്ഷകൻ, ഭൂതലിംഗത്തിന്റെ അന്തകൻ, പോലീസ് ഡിപ്പാർട്ട്മെന്റ് അന്വേഷിക്കുന്ന കുറ്റവാളി. തനിക്ക് കൈയെത്തുന്ന ദൂരത്ത് നിന്നുകൊണ്ട് തന്നെ പല്ലിളിച്ച് കാണിക്കുന്നു. ഇവൻ ഷൈബിയുടെ കാമുകനോ ബന്ധുവോ ആയിരിക്കുമെന്ന് അദ്ദേഹം ഊഹിച്ചു.
പാവപ്പെട്ട ചെറുപ്പക്കാരെ ലോക്കപ്പിലിട്ട് മർദ്ദിക്കേണ്ടിയിരുന്നില്ല. ഇവൻ തന്നെ തടഞ്ഞു നിർത്തി ഈ കടയുടെ പിൻവശത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയായിരിക്കും? തന്നെ വധിക്കാനല്ലെന്നുള്ളത് വളരെ വ്യക്തം. അങ്ങനെയുള്ള ഉദ്ദേശമായിരുന്നെങ്കിൽ ഇവന് തന്നെ വകവരുത്തിയിട്ട് കടന്നു കളയാമായിരുന്നു. അപ്പോ ഉദ്ദേശം മറ്റെന്തോ ആണ്. അദ്ദേഹം ദയനീയത നടിച്ചുകൊണ്ട് അവന്റെ മുഖത്തു നിന്നും കണ്ണെടുക്കാതെ വിറയാർന്ന ശബ്ദത്തിൽ ചോദിച്ചു, എന്നെ എന്തിനാണ് തടഞ്ഞു വെച്ചിരിക്കുന്നത്? കൊലപാതക കുറ്റം ചുമത്തി 2 ചെറുപ്പക്കാരെ നിങ്ങൾ തടങ്കലിൽ വെച്ചിട്ടില്ലേ? ഉണ്ട്. അവരെ ഉടൻ വിടണം. അവർ കുറ്റസമ്മതം നടത്തി കഴിഞ്ഞു. നിങ്ങളുടെ ക്രൂരമായ മർദ്ദനമേറ്റതുകൊണ്ടാണ് അവർ കുറ്റസമ്മതം നടത്തിയത്. യഥാർത്ഥ കുറ്റവാളിയായ എന്നെയാണ് നിങ്ങൾ പിടിക്കേണ്ടത്. ഈ റിവോൾവർ ആരുടേതാണെന്ന് അറിയാമോ? തന്റെ ഇടത് കൈയിലിരുന്ന റിവോൾവർ സബ് ഇൻസ്പെക്ടറുടെ നെഞ്ചിൽ അമർത്തിക്കൊണ്ട് അവൻ ചോദിച്ചു. ഇല്ല, ഇത് നിങ്ങളുടെ റിവോൾവറാണ്. ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ ഈ റിവോൾവറിൽ നിന്നും പുറത്തേക്ക് വമിക്കുന്ന വെടിയുണ്ട കൊണ്ടായിരിക്കും നിങ്ങളുടെ മകളും ഭാര്യയും ആദ്യം മരിക്കുക. എന്ത്? അതെ, ഞാൻ പറയുന്നത് പോലെ പ്രവർത്തിക്കുന്നവനാണ്. ഞാൻ എന്തു ചെയ്യണം? പാവപ്പെട്ട ആ ചെറുപ്പക്കാരെ ഉടൻ മോചിപ്പിക്കണം. അത് കഴിഞ്ഞ് അവൻ അർദ്ധോക്തിയിൽ നിർത്തിയിട്ട് സബ് ഇൻസ്പെക്ടറെ തറപ്പിച്ചു നോക്കി. പറയൂ, അത് കഴിഞ്ഞ്? ചുണയുണ്ടെങ്കിൽ എന്നെ പിടികൂടുക. എന്റെ പേര് പറഞ്ഞ ഏതെങ്കിലും നിരപരാധിയെ ക്രൂശിക്കുന്നതായി ഞാൻ അറിഞ്ഞ നിങ്ങളുടെ പൊടി പോലും ബാക്കിയുണ്ടായിരിക്കില്ല. ഇനി കാര്യത്തിലേക്ക് കടക്കാം. നിങ്ങൾ ലോക്കപ്പിൽ പാർപ്പിച്ചിരിക്കുന്ന 2 ചെറുപ്പക്കാരുടെയും കേസ് പിൻവലിച്ചിട്ട് അവരെ ജില്ലാ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുക. ഞാൻ പറയുന്നത് പോലെ അനുസരിക്കാതെ കൂടുതൽ ആയുധ സന്നാഹങ്ങളുമായി എന്നെ വളയാനാണ് ഭാവമെങ്കിൽ ഭാര്യയുടെയും മകളുടെയും നിർജീവമായ ശരീരത്തിൽ ചവിട്ടി നിന്നുകൊണ്ടായിരിക്കും എന്നോട് യുദ്ധം ചെയ്യേണ്ടി വരിക. പോയിക്കൊള്ളൂ. എന്റെ ഭാര്യയെയും മകളെയും ഉപദ്രവിക്കരുത്. വാക്ക് പാലിച്ചില്ലെങ്കിൽ അവർ നഷ്ടപ്പെട്ടുവെന്ന് കരുതിക്കോളൂ. സബ് ഇൻസ്പെക്ടർ പ്രഭാകരനെ അവൻ മെയിൻ റോഡിൽ കൊണ്ടുചെന്ന് വിട്ടതിനു ശേഷം ഇരുളിൽ മറിഞ്ഞു. ജീവച്ഛവം പോലെ മുമ്പോട്ട് നടക്കുമ്പോൾ സബ് ഇൻസ്പെക്ടർ പ്രഭാകരന്റെ മനസ്സ് വിവിധ വികാര വിചാരങ്ങൾ കൊണ്ട് ഇളകി മറിയുകയായിരുന്നു. അക്രമിയുടെ വാക്കുകേട്ട പ്രതികളെ മോചിപ്പിക്കണമോ? അവരെ മോചിപ്പിക്കാതിരുന്നാൽ തനിക്ക് ഭാര്യയും മകളെയും നഷ്ടപ്പെടുകയില്ലേ? അക്രമി ബുദ്ധിശാലിയും കൂടുതൽ അപകടകാരിയുമാണ്. മേലുദ്യോഗസ്ഥന്മാരുമായി ആലോചിച്ചാൽ അവർ പുച്ഛിച്ച് തള്ളിക്കളയും. എന്നാൽ അവർ കൂടി അറിഞ്ഞ പ്രതികളെ എങ്ങനെയാണ് കേസ് പിൻവലിച്ചുകൊണ്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുക? തൽക്കാലം അവരുടെ കേസ് നിലനിൽക്കട്ടെ. അവരെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാമെന്ന് കരുതി അദ്ദേഹം സ്റ്റേഷനിലെത്തി. ക്വാർട്ടേഴ്സിലേക്ക് പോയ സബ് ഇൻസ്പെക്ടറുടെ ഗമയിൽ സ്റ്റേഷന്റെ ചാർജ് വഹിച്ചുകൊണ്ടിരിക്കുന്ന ASI ചാടി എഴുന്നേറ്റു. എന്താണ് സർ? ആ കൊലക്കേസിലെ പ്രതികൾ ഉണ്ട് ഇവിടെ. അവർ ലോക്കപ്പിലുണ്ട്. എന്താണ് കാര്യം? പെട്ടെന്ന് മറുപടി പറയാൻ കഴിയാതെ സബ് ഇൻസ്പെക്ടർ നിന്ന് വിയർക്കുന്നത് കണ്ടപ്പോൾ ASIക്ക് സംശയം തോന്നി. എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്. എന്താണ് സർ? സാറെന്താ ഈ തണുപ്പിലും വിയർക്കുന്നുണ്ടല്ലോ? എടോ നായരെ, ഞാൻ വലിയൊരു ആപത്തിൽ കുടുങ്ങിയിരിക്കുകയാണ്. കാര്യം പറയൂ സർ. വല്ല കുഴപ്പവും? സബ് ഇൻസ്പെക്ടർ തനിക്കുണ്ടായ അനുഭവം വിവരിച്ചിട്ട് കസേരയിൽ തളർന്നിരുന്നു കൊണ്ട് ചോദിച്ചു. നമ്മൾ എന്ത് ചെയ്യും? സർക്കിളിനോടൊന്ന് വിളിച്ചു പറഞ്ഞാലോ? പറഞ്ഞ അദ്ദേഹം സമ്മതിക്കില്ല. എനിക്ക് എന്റെ ഭാര്യയും മകളും നഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ആദ്യം ഇവന്മാരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാം. അതിന് സർക്കിളിന്റെ അനുവാദം വേണ്ടല്ലോ. എനിക്ക് നേരെ വീണ്ടും ആക്രമണം ഉണ്ടായെന്നും റിവോൾവർ നഷ്ടപ്പെട്ടുവെന്നും പറയാം. അത് കുഴപ്പമാവില്ലേ സർ? എനിക്ക് ഭാര്യയും മകളും നഷ്ടപ്പെടാൻ പോവുകയാണോടോ. പിന്നെ ഞാൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? അഡീഷണൽ ASIയും ഏതാനും നിമിഷങ്ങൾ ആലോചനയിൽ മുഴുകിയിട്ട് പറഞ്ഞു. സാറ് പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. നമുക്ക് ഇവന്മാരെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിട്ട് ക്വാർട്ടേഴ്സ് വളയാം. അതാണ് നല്ലത്. ഉടൻ തന്നെ അവർ രാജുവിനെയും കുഞ്ഞുമോനെയും ലോക്കപ്പിൽ നിന്ന് വിളിച്ചുണർത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവരെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തതിനു ശേഷം ഹെഡ് കോൺസ്റ്റബിളിനെയും മറ്റൊരു പോലീസുകാരനെയും മഫ്തിയിൽ കാവലിനെ ഏൽപ്പിച്ചിട്ട് സബ് ഇൻസ്പെക്ടറും ASIയും പടിക്കലെത്തി. മുറ്റത്ത് പ്രകാശിക്കുന്ന ബൾബ് കണ്ടപ്പോൾ അദ്ദേഹത്തിന് സ്വല്പം ആശ്വാസം തോന്നിയെങ്കിലും ദൂരെ നിന്ന് വരുന്നവരെ കാണാനായി അക്രമി ചെയ്ത പണിയായിരിക്കുമെന്ന് ഊഹിച്ചപ്പോൾ ഭാര്യയുടെയും 10 വയസ്സുള്ള മകളുടെയും ചൂടു രക്തത്തിന്റെ ഗന്ധം തന്റെ നാസാരന്ധ്രങ്ങളിലേക്ക് അടിച്ചു കയറുന്നതായി അദ്ദേഹത്തിന് തോന്നി. ASIയോട് വീട്ടുമുറ്റത്തുള്ള വൃക്ഷച്ചൂട്ടിൽ പതുങ്ങി നിൽക്കാൻ പറഞ്ഞിട്ട് സബ് ഇൻസ്പെക്ടർ പ്രഭാകരൻ കമിഴ്ന്നു വലിഞ്ഞ് ക്വാർട്ടേഴ്സിന്റെ പിൻഭാഗത്തുകൂടി കിടക്കമുറിയുടെ ജനാലയ്ക്കിലേക്ക് അടുത്ത് എത്തിയതിനു ശേഷം സാവധാനം എഴുന്നേറ്റ് ഉള്ളിലേക്ക് നോക്കി. ഭാര്യയും മകളും എന്തോ വായിച്ചുകൊണ്ട് കിടക്കുന്നത് കണ്ടപ്പോഴാണ് അദ്ദേഹത്തിന് ശ്വാസം നേരെ വീണത്. സുമംഗലി! അദ്ദേഹം ശബ്ദം താഴ്ത്തി ഭാര്യയെ വിളിച്ചു. ശബ്ദം കേട്ട ഭാഗത്തേക്ക് അവൾ നോക്കി.
നിങ്ങൾ എന്താണ് അവിടെ വന്ന് നിൽക്കുന്നത്? ഇവിടെ ആരെങ്കിലും വന്നിരുന്നുവോ? ഇല്ല. ശരി, കതക് തുറക്കൂ. അദ്ദേഹം ക്വാർട്ടേഴ്സിന്റെ മുൻവശത്തെത്തി. സുമംഗലി കതക് തുറന്നു. വൃക്ഷത്തിന്റെ മറവിൽ നിന്നും ASAയും പ്രകാശത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. എന്താ ഇങ്ങനെ? സുമംഗലി ചോദിച്ചു. അതുവരെ ഉണ്ടായ സംഭവങ്ങൾ വിശദീകരിച്ചിട്ട് ടോർച്ചുമായി അവർ റിവോൾവർ നഷ്ടപ്പെട്ട ഭാഗത്ത് ചെന്ന് കുറെ നേരം നോക്കിയെങ്കിലും ഫലമുണ്ടായില്ല. ഇനി നമുക്ക് സർക്കിളിനെ വിളിച്ച് വിവരം പറയാം, സബ് ഇൻസ്പെക്ടർ അഭിപ്രായപ്പെട്ടു. അവർ സ്റ്റേഷനിൽ തിരിച്ചെത്തി. വയർലെസ്സിൽ കൂടി സർക്കിൾ ഇൻസ്പെക്ടർ നരേന്ദ്രനുമായി സംസാരിച്ചു. ഉടൻ തന്നെ അദ്ദേഹം സ്റ്റേഷനിൽ പാഞ്ഞെത്തി. ആശുപത്രിയിൽ ചെന്ന് സർക്കിൾ ഇൻസ്പെക്ടർ രാജുവിനെയും കുഞ്ഞുമോനെയും ചോദ്യം ചെയ്തുവെങ്കിലും ഫലമുണ്ടായില്ല. വീണ്ടും പോലീസ് സ്റ്റേഷനിൽ തിരിച്ചെത്തിയ അവർ അരമണിക്കൂർ നേരത്തെ ആലോചനയ്ക്ക് ശേഷം ഒരു തീരുമാനമെടുത്തു. കുഞ്ഞുമോനെയും രാജുവിനെയും വിട്ടയക്കുക. എന്നിട്ട് അതീവ രഹസ്യമായി ആലുമൂട് പ്രദേശം മുഴുവൻ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക. പിറ്റേ ദിവസം രാവിലെ തന്നെ രാജുവിനെയും കുഞ്ഞുമോനെയും ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പ് ഫ്രാൻസിസ് മുതലാളി കിടക്കുന്ന മുറിയിൽ കൊണ്ടുചെന്ന് തിരിച്ചറിയൽ പരേഡ് നടത്തി. രണ്ടുപേരെയും വളരെ സമയം സൂക്ഷിച്ചു നോക്കിയതിനു ശേഷം തന്നെ ആക്രമിച്ചത് അവർ രണ്ടുപേരും അല്ലെന്ന് ഫ്രാൻസിസ് മുതലാളി സമ്മതിച്ചു. അവരെ സ്റ്റേഷനിൽ കൊണ്ടുചെന്ന് താക്കീത് നൽകിയതിനു ശേഷം വിട്ടയച്ചു. ചന്തമുക്കിൽ തിരിച്ചെത്തി അവരെ നാട്ടുകാർ പൊതിഞ്ഞു. അവർക്ക് പിന്നാലെ പോലീസ് ജീപ്പ് അവിടെ പാഞ്ഞെത്തി. ജനങ്ങൾ നാലു വശത്തേക്കും ചിതറി. 2 തവണ സബ് ഇൻസ്പെക്ടർ പ്രഭാകരനെ ആക്രമിക്കുകയും പ്രതികളെന്ന് സംശയിക്കപ്പെട്ടവരെ വിട്ടയക്കാൻ കെണിയൊരുക്കുകയും ഭൂതലിംഗത്തെ കൊല ചെയ്തവനുമായ അജ്ഞാതനായ അക്രമിയെപ്പറ്റി യാതൊരു വിവരവുമില്ലാതെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് കുഴഞ്ഞു. എങ്ങനെയെങ്കിലും അജ്ഞാതനെ കീഴടക്കണമെന്ന് സബ് ഇൻസ്പെക്ടർ പ്രഭാകരന് വാശിയുണ്ടായിരുന്നു. 2 തവണയാണ് അദ്ദേഹത്തിന്റെ പക്കൽ നിന്നും അക്രമി റിവോൾവർ തട്ടിയെടുത്തു കൊണ്ടുപോയിരിക്കുന്നത്. എണ്ണി എണ്ണി കണക്ക് ചോദിക്കണം. സബ് ഇൻസ്പെക്ടർ പ്രഭാകരൻ കസേരയിൽ ചാരിയിരുന്ന് ആലോചനയിൽ മുഴുകി. അപ്പോഴാണ് ധനാഢ്യനും രാഷ്ട്രീയ പ്രവർത്തകനുമായ ഐസക് സാർ ഓടിക്കിതച്ച് സബ് ഇൻസ്പെക്ടറുടെ മുമ്പിലെത്തിയത്. സബ് ഇൻസ്പെക്ടറുടെ അനുവാദത്തിനായി കാത്തു നിൽക്കാതെ ഐസക് സാർ ഒരു കസേരയിൽ ഇരുന്നിട്ട് പോക്കറ്റിൽ നിന്നും മടക്കി ഒരു കടലാസ് എടുത്ത് മേശപ്പുറത്ത് വെച്ചു. കടലാസ് എടുത്ത് നിവർത്തി വായിച്ച സബ് ഇൻസ്പെക്ടർ നടുങ്ങിപ്പോയി. കത്ത് വായിച്ചിട്ട് സബ് ഇൻസ്പെക്ടർ പ്രഭാകരൻ ഐസക് സാറിന്റെ മുഖത്തേക്ക് കണ്ണിമയ്ക്കാതെ നോക്കിക്കൊണ്ട് ഏതാനും മിനിറ്റുകൾ ഇരുന്നു പോയി. ഐസക് സാറും മരപ്പാവയെ പോലെ ചലനമറ്റ് കസേരയിൽ വിറങ്ങലിച്ചിരിക്കുകയായിരുന്നു. ഒടുവിൽ സബ് ഇൻസ്പെക്ടർ നിശബ്ദത ഭഞ്ജിച്ചുകൊണ്ട് ചോദിച്ചു, എപ്പോഴാണ് ഈ കത്ത് ലഭിച്ചത്? ഇന്നത്തെ പോസ്റ്റിൽ. നിങ്ങൾ യഥാർത്ഥത്തിൽ പണം വാങ്ങിയതാണോ? അതെ, ജാള്യതയോടെ ഐസക് സാർ മറുപടി പറഞ്ഞു. ഒറ്റയ്ക്കൊരു തീരുമാനമെടുക്കാൻ സബ് ഇൻസ്പെക്ടർക്ക് കഴിയുമായിരുന്നില്ല. അദ്ദേഹം കസേരയിൽ നിന്ന് എഴുന്നേറ്റു. വരൂ. രണ്ടുപേരും ജീപ്പിൽ കയറി. സർക്കിൾ ഓഫീസിലേക്ക് ജീപ്പ് വിടാൻ ഡ്രൈവർക്ക് നിർദ്ദേശം നൽകിയിട്ട് സബ് ഇൻസ്പെക്ടർ ആലോചനയിൽ മുഴുകി. സർക്കിൾ ഓഫീസിന് മുന്നിൽ ജീപ്പ് നിന്നു. ഐസക് സാറും സബ് ഇൻസ്പെക്ടറും ജീപ്പിൽ നിന്ന് ഇറങ്ങി. അവർ ഓഫീസിലേക്ക് കയറി ചെന്നു. ടെലിഫോണിൽ കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന സർക്കിൾ രണ്ടുപേരോടും ഇരിക്കാൻ ആംഗ്യം കാണിച്ചിട്ട് സംസാരം തുടർന്നു. 1 മിനിറ്റ് കഴിഞ്ഞ് റിസീവർ ക്രാഡിൽ വിളിച്ചിട്ട് അദ്ദേഹം ചോദിച്ചു, വാട്ട് ഹാപ്പൻ? ഇദ്ദേഹത്തെ സാർ അറിയുകയില്ലേ? സബ് ഇൻസ്പെക്ടർ ചോദിച്ചു. ഓ യെസ്, ഐസക് സാർ അല്ലേ? അതെ. എന്താ ഇതുവഴി? കണ്ടിട്ട് വളരെ നാളുകളായല്ലോ. വൈൽഡ് സണ്ണിന്റെ ഭീഷണി ഇദ്ദേഹത്തിന് നേരിട്ടിരിക്കുന്നു. സബ് ഇൻസ്പെക്ടർ പോക്കറ്റിൽ നിന്നും കടലാസ് എടുത്ത് സർക്കിൾ ഇൻസ്പെക്ടറുടെ കയ്യിൽ കൊടുത്തു. അദ്ദേഹം കടലാസ് നിവർത്തി നോക്കി. ബഹുമാനിയായ ഐസക് സാറിന് നിങ്ങൾ ജോലി വാങ്ങിക്കൊടുക്കാമെന്നുള്ള വാഗ്ദാനം നൽകി രമേശിനോട് 20,000 രൂപ വാങ്ങിയിട്ട് 2 വർഷം തികയുന്നു. രമേശ് കിടപ്പാടം വിറ്റാണ് 20,000 രൂപ നിങ്ങൾക്ക് തന്നത്. 20,000 രൂപയും അതിന്റെ പലിശയും 12-ാം തീയതിക്കുള്ളിൽ മടക്കി കൊടുക്കുക. മേൽപ്പറഞ്ഞ 2 നിർദ്ദേശങ്ങളും പാലിക്കുന്നില്ലെങ്കിൽ 13-ാം തീയതി രാത്രി 1 മണിക്കുള്ളിൽ മുതലും പലിശയുമോ അത്രയും വിലവരുന്ന സാധനങ്ങളോ രമേശിന് വേണ്ടി നിങ്ങളിൽ നിന്നും ഏറ്റെടുത്ത് കൊടുക്കുവാൻ ഞാൻ നിർബന്ധിതനായി തീർന്നിരിക്കുകയാണ്. പണമോ വസ്തുക്കളോ ഈടാക്കാനില്ലാത്ത പക്ഷം ഐസക് സാർ മരിക്കാൻ തയ്യാറായിക്കൊള്ളുക. ഭൂതലിംഗത്തിനും ഫ്രാൻസിസ് മുതലാളിക്കും ഉണ്ടായ അനുഭവം ഓർമ്മിക്കുമല്ലോ എന്ന് നിങ്ങളുടെ സ്വന്തം വൈൽഡ് സൺ. ഒപ്പ്. കത്ത് വായിച്ച ശേഷം മടക്കി മേശപ്പുറത്ത് വെച്ചിട്ട് സർക്കിൾ ഇൻസ്പെക്ടർ നരേന്ദ്രൻ പറഞ്ഞു, വളരെ വിചിത്രമായിരിക്കുന്നുവല്ലോ. വൈൽഡ് സൺ എന്ന പേരിൽ ഒരാൾ നീതി നടപ്പാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇവിടെ പോലീസ് വകുപ്പിന്റെ ആവശ്യം തന്നെ ഇല്ലല്ലോ. സർക്കിൾ ഇൻസ്പെക്ടർ കൈകൾ കൂട്ടിത്തിരുമ്മി കസേരയിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു, പ്രഭാകര, അവനെപ്പറ്റി യാതൊരു വിവരവും ഇതുവരെ ലഭിച്ചില്ലേ?
ഇല്ല സർ. രാജുവിനെയും കുഞ്ഞുമോനെയും ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. ആലമൂട് മുഴുവൻ വളരെ രഹസ്യമായി ഞങ്ങൾ അരിച്ചു പെറുക്കി സർ. അക്രമിയെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളത് കൊണ്ട് ഒറ്റ നോട്ടത്തിൽ എനിക്ക് തിരിച്ചറിയാൻ കഴിയും. സർക്കിൾ ഇൻസ്പെക്ടർ മുറിക്കുള്ളിൽ കൂടി 2-3 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നതിന് ശേഷം കസേരയിലിരുന്നു. ഒരു സിഗരറ്റിന് തീ കൊളുത്തിക്കൊണ്ട് ഐസക് സാറിനോട് ചോദിച്ചു. ഐസക് സാർ 20,000 രൂപ രമേശിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടോ? ഉണ്ട്. എപ്പോഴാണ് വാങ്ങിയത്? ഈ വരുന്ന 12-ാം തീയതി 2 വർഷം തികയാണ്. എന്തിനാണ് പണം വാങ്ങിയത്? ജോലി വാങ്ങിക്കൊടുക്കാമെന്നുള്ള പ്രതീക്ഷയോടെ വാങ്ങിയതാണ്. എന്ത് ജോലി? ഗൾഫിൽ എന്തെങ്കിലും പണി വാങ്ങിക്കൊടുക്കാമെന്നായിരുന്നു പ്രതീക്ഷ. സാറിന് വിസ ബിസിനസ് ഉണ്ടോ? ഇല്ല, മകൻ ഗൾഫിലായിരുന്നു. ഇപ്പൊ മകൻ എവിടെയാണ്? വീട്ടിൽ. എന്തുകൊണ്ടാണ് പണം മടക്കി കൊടുക്കാതിരുന്നത്? സാധിച്ചില്ല. ഇതിനിടയ്ക്ക് മകളുടെ വിവാഹം നടന്നു. നിങ്ങൾ കാണിച്ചത് വളരെ മോശമായി പോയി. ഒരുത്തന്റെ കിടപ്പാടം വിറ്റ പണം കൊണ്ട് മകളെ വിവാഹം ചെയ്തയക്കുക വളരെ ഹീനമായ ഒരു പ്രവൃത്തിയാണ്. അതിരിക്കട്ടെ, 20,000 രൂപയും പലിശയും മടക്കി കൊടുക്കാൻ കഴിയുമോ? വൈൽഡ് സണ്ണിന്റെ ഭീഷണിയിൽ സാറും ഭയപ്പെട്ടു പോയോ? ഐസക് സാർ ചോദിച്ചു. നിങ്ങൾ അങ്ങനെ സംസാരിക്കരുത്, ശബ്ദമുയർത്തി സർക്കിൾ ഇൻസ്പെക്ടർ തുടർന്നു. രമേശൻ കേസ് കൊടുത്ത നിങ്ങൾ 20,000 രൂപയും പലിശയും കോടതി ചെലവ് നൽകേണ്ടി വരും. ഇല്ല. അതെന്താ? കോടതി കയറാനുള്ള പണം അവനില്ല. കഷ്ടം. നാട്ടിൽ അരാജകത്വം സൃഷ്ടിക്കുന്നത് നിങ്ങളെ പോലുള്ളവരാണ്. എങ്ങനെയെങ്കിലും അയാളുടെ പണം മടക്കി കൊടുത്തിട്ട് പ്രശ്നം അവസാനിപ്പിക്കുക. സാറ് വൈൽഡ് സണ്ണിനെ ഭയപ്പെടുന്നുണ്ടോ? വൈൽഡ് സൺമാരെ സൃഷ്ടിക്കുന്നത് നിങ്ങളെ പോലുള്ളവരാണ്. അങ്ങനെ ഒരാളെ സൃഷ്ടിക്കാനുള്ള അവസരം ഉണ്ടാക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. അക്രമികളെ അടിച്ചമർത്താനാണ് ഇവിടെ പോലീസ് വകുപ്പുള്ളത്. ആരാണ് ഈ വൈൽഡ് സൺ? ദേഷ്യത്തോടെ സർക്കിൾ ഇൻസ്പെക്ടർ ചോദിച്ചു. എനിക്ക് അറിഞ്ഞുകൂടാ. അറിയാം. ഫ്രാൻസിസ് മുതലാളിയുടെ നേർക്കാണ് വൈൽഡ് സൺ ആദ്യമായി ആക്രമണം നടത്തിയത്. ശരി തന്നെ. ഇപ്പോ നിങ്ങളെ ആക്രമിക്കുന്നു പറഞ്ഞില്ലേ, എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഫ്രാൻസിസ് മുതലാളി തന്റെ മകളാകാൻ പ്രായമുള്ള പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ക്രൂര വിനോദം നടത്തി. നിങ്ങളൊരു പാവപ്പെട്ട മനുഷ്യന്റെ കിടപ്പാടം വിറ്റ പണം കൂടി വിനിയോഗിച്ച് സ്വന്തം മകൾക്ക് ജീവിതം നൽകി. യഥാർത്ഥത്തിൽ പണവും സ്വാധീനവും ഉപയോഗിച്ച് എന്ത് നേടാമെന്നുള്ള അഹങ്കാരമാണ് രണ്ടുപേരും കാണിച്ചത്. നിങ്ങൾ രാഷ്ട്രീയക്കാരൻ, ഫ്രാൻസിസ് പെരിയ മുതലാളി. നിങ്ങളുടെയൊക്കെ മുമ്പിൽ ഞങ്ങൾ ഏറാമൂളികൾ മാത്രം. അതുകൊണ്ട് വൈൽഡ് സണ്ണിന്റെ വെല്ലുവിളിയെ ഞാൻ നേരിട്ട് കൊള്ളാനാണോ സാറ് പറയുന്നത്? അല്ല, ആദ്യമായി നിങ്ങൾ രമേശിന്റെ പണം മടക്കി കൊടുക്കണം. ഇപ്പൊ എന്റെ പക്കൽ പണമില്ല. രമേശ് കേസ് ഫയൽ ചെയ്തു കൊള്ളട്ടെ. അയാൾക്ക് കേസ് നടത്താൻ പണമില്ലെന്ന് നിങ്ങൾ തന്നെയല്ലേ ഇപ്പൊ പറഞ്ഞത്? അതെ, അവൻ ചെയ്യേണ്ടത് അതാണ്. അല്ലാതെ കൊള്ളിവെപ്പും കൊലപാതകവും നടത്തുന്നവനെ കയ്യിലെടുത്തുകൊണ്ട് ഭീഷണി കത്ത് അയപ്പിക്കുകയല്ല. ഇത് അയാൾ ചെയ്തതായിരിക്കുമോ? പിന്നല്ലാതെ. എനിക്ക് തോന്നുന്നില്ല. അതെന്താ? ഫ്രാൻസിസ് മുതലാളിയിൽ നിന്നും ഷൈബിയെ രക്ഷിച്ചത് വൈൽഡ് സൺ ആയിരുന്നു. അയാളെ ആ പെൺകുട്ടി ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. പുണ്യം പ്രതീക്ഷിച്ചായിരിക്കും അയാൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. പരിഹാസ്യമായി ഐസക് സാർ ചോദിച്ചു. അറിഞ്ഞുകൂടാ. അവനെ ഞങ്ങൾ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവന് പിടികിട്ടിയാൽ ആദ്യം ചോദിക്കുന്ന ചോദ്യം ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നത് എന്തിനാണെന്നായിരിക്കും. ഏതായാലും ഐസക് സാർ ഒരു കാര്യം ചെയ്യണം. 12-ാം തീയതിക്ക് മുമ്പ് രമേശിന്റെ പണം തിരികെ കൊടുക്കണം. ഞാൻ കൊടുക്കയില്ല. അവന്റെ ഗുണ്ടായിസം എനിക്കൊന്ന് കാണണം. ഗുണ്ടായിസം ഉപേക്ഷിച്ചിട്ട് കേസ് ഫയൽ ചെയ്താലും നിങ്ങൾ കുരുക്കിൽ വീഴുമല്ലോ. ഒരിക്കലുമില്ല. അതെന്താണ്? ഞാൻ 20,000 രൂപ കൈപ്പറ്റിയതായി യാതൊരു രേഖയുമില്ല. ഇതൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണ്. ഞാൻ പോകുന്നു. ഐസക് സാർ എഴുന്നേറ്റു. ഞങ്ങൾ കൂടി വരാം. സർക്കിളും ഇൻസ്പെക്ടറും എഴുന്നേറ്റു. അവരോടൊപ്പം ഐസക് സാറിനെ കൂടി ജീപ്പിൽ കയറ്റി രമേശന്റെ വീട്ടിലേക്കാണ് അവർ നേരെ പോയത്. ഐസക് സാറിനോടൊപ്പം സബ് ഇൻസ്പെക്ടറെയും സർക്കിൾ ഇൻസ്പെക്ടറെയും കണ്ടപ്പോ രമേശൻ ഞെട്ടിപ്പോയി. കുടിലിന്റെ വാതിലിൽ പ്രതിമ പോലെ അവൻ നിന്നു. കുടിനുള്ളിൽ നിന്നും കൈക്കുഞ്ഞുമായി മുറ്റത്തേക്ക് ഇറങ്ങിയ അവന്റെ ഭാര്യയും സ്തംഭിച്ചുപോയി. നീയാണോ രമേശൻ? സബ് ഇൻസ്പെക്ടർ ശബ്ദമുയർത്തി ചോദിച്ചു. അതെ. ജീപ്പിനുള്ളിലോട്ട് കയറ്. ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല സർ. പറയുന്നത് അനുസരിച്ചാ മതി. രമേശൻ ഭാര്യയെ ദയനീയമായി നോക്കിയിട്ട് ജീപ്പിൽ കയറിയിരുന്നു. സാറേ, എന്റെ ഭർത്താവ് ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ഞങ്ങളുടെ കിടപ്പാടം വിറ്റ പണം തട്ടിയെടുത്ത് ഈ സാറാണ് കള്ളൻ. കള്ളക്കേസുമായി വന്നതാണ് സാറേ. എന്റെ ഭർത്താവ് പാവാണ്. കരഞ്ഞുകൊണ്ട് രമേശന്റെ ഭാര്യ സബ് ഇൻസ്പെക്ടറുടെ കാൽക്കൽ വീണു. അവളെ അവഗണിച്ചുകൊണ്ട് സബ് ഇൻസ്പെക്ടറും സർക്കിൾ ഇൻസ്പെക്ടറും ജീപ്പിൽ കയറി. അവർ പോലീസ് സ്റ്റേഷനിലെത്തി.
ഐസക് സാറിനെ SIയുടെ മുറിയിൽ ഇരുത്തിയിട്ട് രമേശിനെയും കൊണ്ടവർ മറ്റൊരു മുറിയിൽ കയറി കതകടച്ചു. പേടിച്ചു വിറച്ചു നിന്ന രമേശിനോട് സബ് ഇൻസ്പെക്ടർ ചോദിച്ചു, എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? ഗൾഫിൽ വിടാമെന്നും പറഞ്ഞ് ഐസക് സാറ് എന്നോട് 20,000 രൂപ വാങ്ങിയിട്ടുണ്ട്. പണം എവിടെ നിന്ന് കിട്ടി? ആകെയുള്ള 15 സെന്റ് ഭൂമിയിൽ നിന്നും 10 സെന്റ് വിട്ടുകിട്ടിയ പണമാണ് 20,000 രൂപ. ഈ പണം ഐസക് സാർ കൈപ്പറ്റിയതിന് എന്തെങ്കിലും തെളിവുണ്ടോ? ഇല്ല. നിങ്ങൾ കോടതിയെ സമീപിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? എന്റെ കയ്യിൽ പണമില്ല. തന്നെയുമല്ല, ഐസക് സാറ് വലിയ പിടിപാടുള്ള ആളാണ്. ആദ്യമൊക്കെ പണം തിരികെ തരാമെന്ന് പറഞ്ഞു. ഇപ്പൊ പറയുന്നത് വാങ്ങാമെങ്കിൽ വാങ്ങിക്കോളാനാണ്. വാങ്ങാൻ തന്നെ നീ തീരുമാനിച്ചു അല്ലേ? രമേശൻ മറുപടി പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു പോലീസുകാരൻ കതകിൽ മുട്ടി. സബ് ഇൻസ്പെക്ടർ കതക് തുറന്ന് പോലീസുകാരന്റെ മുഖത്തേക്ക് നോക്കി. സർ, വൈൽഡ് സണ്ണിന്റെ ഫോൺ. പോലീസുകാരൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് SI തന്റെ മുറിയിലേക്ക് കുതിച്ചു. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റു സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും കാണാം. നന്ദി.